12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. നാരായണ ഭ്രാന്തന്റെ ദിവ്യക്ഷങ്ങൾ പറഞ്ഞാൽ വളരെയുണ്ട്. അദ്ദേഹത്തിന്റെ പതിവായിട്ടുള്ള പ്രവൃത്തിയെ വലിയ കല്ലുകൾ ഉരുട്ടി മലയുടെ മുകളിൽ കൊണ്ടു ചെല്ലുകയും മുകളിലെത്തുമ്പോൾ കൈവിടുകയും കല്ല് സ്വയമേ കീഴ്പോട്ട് ഉരുണ്ടു പോകുന്നത് കണ്ട് കൈകൊട്ടി ചിരിക്കുകയുമാണിരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ ഇദ്ദേഹം ഒരു ശ്മശാനത്തിൽ ചെന്നു ചേർന്നു. 3 കല്ലെടുത്ത് ആ പട്ടടയുടെ ഒരറ്റത്ത് തന്നെ അടുപ്പ് കൂട്ടി അടുക്കലുള്ള നദിയിൽ നിന്ന് വെള്ളവും കൊണ്ടുവന്ന് അരിയും വെള്ളവും ഒരുമിച്ച് തന്നെ ആ ചെമ്പുപാത്രത്തിൽ അടുപ്പത്ത് വെച്ചു. കുറെ തീക്കനലും നീക്കിക്കൂട്ടി മുറിക്കൊള്ളികളും പെറുക്കി അടുപ്പിലിട്ടു. നാരായണ ഭ്രാന്തൻ ഒരു നീച ജാതിക്കാരന്റെ ചാട്ടമുണ്ണാൻ പോകുന്നതറിഞ്ഞ് മറ്റേ ഒരാൾ കൂടി ഒരുമിച്ച് ചെന്നു. 2 പേരും മൂക്കുമുട്ടെ ഊണു കടിച്ചു. ഉടനെ 2 പേരും ഒരുമിച്ചു തന്നെ അവിടെ നിന്നു പുറപ്പെട്ടു. വഴിക്കു നാരായണത്തു ഭ്രാന്തൻ എനിക്കു ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്കും ദാഹിക്കുന്നുണ്ട് എന്ന് മറ്റേയാളും പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം നാരായണത്തു ഭ്രാന്തൻ ഉറുമ്പുകളെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അടുത്തു ചെന്ന് എത്രയായി എന്ന് ചോദിച്ചു. ഉടനെ നാരായണത്തു ഭ്രാന്തൻ 10,000 പോയി, 10,000 ഉണ്ട്, അതുകൂടെ പോകണം, എന്നാൽ സുഖമായി എന്ന് മറുപടി പറഞ്ഞ ആൾക്ക് വളരെ കാലമായി വയറ്റിൽ ഒരു വേദനയുണ്ടായിരുന്നു. അതിന് ചികിത്സയ്ക്ക് മറ്റുമായി 10,000 രൂപ ചെലവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾ 10,000 രൂപ കെട്ടിവെച്ചിട്ടുമുണ്ടായിരുന്നു. നാരായണത്തു ഭ്രാന്തൻ പറഞ്ഞതിൻ്റെ സാരം ആ 10,000 കൂടി ചെലവാക്കിയാൽ ഇയാൾക്ക് വയറ്റിൽ വേദന ഭേദമാകും. ആ സാരം ഈ മനുഷ്യൻ മനസ്സിലാക്കി ശേഷമുണ്ടായിരുന്നു 10,000 രൂപ കൂടി ചികിത്സയ്ക്ക് സൽക്കരണങ്ങൾക്കുമായി ചെലവാക്കുകയും വയറ്റിൽ വേദന ഭേദമാകുകയും ചെയ്തു.